Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. iPhone'ൽ ഏറ്റവും അടിപൊളിയായിട്ട് ആപ്പിൾ തന്നെ തന്നിരിക്കുന്ന ഒരു മേജർ ആപ്ലിക്കേഷനാണ് ആപ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത്. പക്ഷേ ഐഫോൺ യൂസേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനും കൂടെയാണ് ആപ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് മുതൽ നിങ്ങൾ എന്തായാലും കൂടുതലും ആപ്പിൾ മെസ്സേജ് യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മുടെ ആപ്പിൾ മെസ്സേജിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും അതേപോലെ കുറേയധികം ഫീച്ചേഴ്സും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കാൻ ചെയ്താൽ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അങ്ങനെ മാറിയാൽ നിങ്ങൾക്ക് പുതിയ ലീക്സും റൂമേഴ്സും അതേപോലെ അപ്ഡേറ്റ്സും ചൂടപ്പം പോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ ചോദിച്ചാൽ റിയൽ ടൈമായിട്ട് നിങ്ങൾക്ക് അതിന് സൊല്യൂഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പിൾ മെസ്സേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ആപ്പിൾ മെസ്സേജിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ട കാര്യമാണ് ആപ്പിളിൻ്റെ iMessageഉം നോർമലായിട്ടുള്ള SMS-ഉം MMS-ഉം. അതായത് iMessage ആപ്പിൾ ടു ആപ്പിൾ ഡിവൈസുകൾക്ക് മാത്രം ഉള്ള ഒരു ഫീച്ചറാണ്, അതായത് ഒരു മെസ്സേജ് ഫീച്ചറാണ്. പക്ഷേ MMS-ഉം SMS-ഉം ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡും അതേപോലെ ഐഫോൺ ടു ആൻഡ്രോയിഡും അയക്കുന്ന ഒരു നോർമൽ ടെക്സ്റ്റിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നോർമൽ ടെക്സ്റ്റിംഗ് ആ ഒരു പാറ്റേണാണ് SMS-ഉം MMS-ഉം. ഈ പറയുന്ന iMessageൽ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ജിഫ്, ലിങ്ക്, പിന്നെ ലാർജ് ക്യാരക്ടേഴ്സ് വരുന്ന ടെക്സ്റ്റ് മെസ്സേജും നമുക്ക് അയക്കാൻ പറ്റും. അതും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനോടെ തന്നെ. പക്ഷേ നോർമൽ ടെക്സ്റ്റ് അയക്കുമ്പോൾ നമുക്ക് ചെറിയ സൈസ് ടെക്സ്റ്റ് മെസ്സേജും അതേപോലെ ഫോട്ടോസും അയക്കാൻ പറ്റുള്ളൂ. അതും വിത്തൗട്ട് എൻക്രിപ്ഷനായിട്ട്. നമ്മുടെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജും iMessage നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ നമ്മൾ നേരെ മെസ്സേജസിലേക്ക് പോവാം. അവിടുന്ന് നമ്മൾ അയച്ചിരിക്കുന്ന ഒരു iMessage നമുക്ക് ഇതേപോലെ ബ്ലൂ ബബിളായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ നമ്മൾ നോർമലായിട്ട് അയച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ഇതേപോലെ ഒരു ഗ്രീൻ ബബിളുമായിട്ടായിരിക്കും കാണുന്നത്. ഇങ്ങനെ രണ്ട് കളർ കോർഡിനേഷനിലാണ് നമ്മുടെ iMessageഉം നോർമൽ ടെക്സ്റ്റ് മെസ്സേജും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അടുത്ത ഫീച്ചറാണ് നമ്മുടെ സഫാരിയിലെ ഷെയർ വിത്ത് യു എന്ന് പറയുന്നത്. നമ്മുടെ iMessageൽ നമ്മൾ എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞത് വിട്ട് കളഞ്ഞതായിരിക്കുക. പക്ഷേ ആ ഒരു ലിങ്ക് നമ്മുടെ സഫാരിയിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ iMessage നമ്മൾ ഏതെങ്കിലും ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സഫാരിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴത്ത് ഷെയർ വിത്ത് യു എന്ന ഓപ്ഷനിൽ നമ്മുടെ ആ ഒരു ലിങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അത് ആരാണ് അയച്ചത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു മെസ്സേജിന് നമുക്ക് റിപ്ലൈ അയക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇവിടെ വരുന്നതാണ്. ഇതാണ് ഷെയർ വിത്ത് യു എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ഫീച്ചർ. അതേപോലെ തന്നെ ആപ്പിൾ iMessageൽ നമ്മൾ ഏതെങ്കിലും മ്യൂസിക്, അതായത് ആപ്പിൾ മ്യൂസിക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക്കിലും നമുക്ക് ഈ ഒരു ഷെയർ വിത്ത് യു എന്ന ഓപ്ഷൻ വരുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോവുക. അവിടെ നമ്മുടെ ആ ഒരു ഷെയർ ചെയ്തെടുത്ത ആ ഒരു സോങ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സോങ്ങിൻ്റെ ഭാഗത്ത് എനിക്ക് ഷെയർ ചെയ്തെന്ന ആ ഒരു വ്യക്തിയുടെ പേരും ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാകും. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലിങ്ക്, ആ ഒരു സോങ്ങിൻ്റെ ലിങ്കും അതിന് നമുക്ക് മെസ്സേജും എല്ലാം റിപ്ലൈ ആക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷനും നമുക്ക് ഈ ഒരു ഷെയർ വിത്ത് യു എന്നുള്ള ഓപ്ഷനിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് നമ്മുടെ മെസ്സേജ് പിന്നിങ്. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഏതെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ നമുക്ക് പിൻ ചെയ്യണമെങ്കിൽ എളുപ്പത്തിന് അവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അവിടെ നമുക്ക് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് പിൻ ചെയ്ത് വെക്കാനും നമുക്ക് പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഫേവറേറ്റ് ആയുള്ള ആൾക്കാരെ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ iMessage ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആ ഒരു വ്യക്തിയുടെ വേണം മെസ്സേജ് വരാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ആ ഒരു മെസ്സേജ് ഹോൾഡ് ചെയ്ത് പിടിക്കുക.
ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പിൻ എന്നുള്ള ഓപ്ഷൻ ഞെക്കുക. അത് ഞെക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് ആയിരിക്കും ഏറ്റവും ആദ്യം പൊക്കത്ത് കിടക്കുന്നത്. ആ ഒരു മെസ്സേജ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ മെസ്സേജിലേക്ക് എളുപ്പത്തിന് ചെല്ലാൻ പറ്റുന്നതാണ്. അടുത്ത ഫീച്ചറാണ് നമ്മുടെ ഫോട്ടോ കൊളാഷിൽ. അതായത് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഫോട്ടോസ് നമ്മുടെ iMessage കൂടെ സെൻഡ് ചെയ്യുന്നതായിരിക്കുക. അങ്ങനെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ നമ്മുടെ iMessageൽ നമുക്കുണ്ട്. അതായത് ആ ഒരു ഫോട്ടോസിൻ്റെ പുതിയ കൊളാഷാണ് ഈ വന്നിരിക്കുന്നത്. നമുക്കിനി സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു ഐറ്റംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു മെസ്സേജിൽ അയച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം വരികയും സെലക്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ ഐഫോണിലെ iMessage കൂടെ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഫീച്ചർ നമ്മുടെ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. കാരണം നമ്മുടെ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ iMessageൽ ഒരു സ്പെഷ്യൽ ഇമോജീസ് ഉണ്ടാവും. അത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആപ്പിൾ ഇമോജീസിൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രം ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വരുന്ന ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റിലേറ്റഡുള്ള ഇമോജീസും വരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എർത്ത് ഡേ ആയിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മുടെ ആപ്പിൾ വാച്ചിൽ വന്ന ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫിറ്റ്നസ് ഇമോജി വന്നിട്ടുണ്ട്. അത് നമ്മൾ അയക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ടാപ്പ് ചെയ്യുക, നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള സ്പെഷ്യൽ ഇമോജീസും നമുക്ക് iMessage കൂടെ ചെയ്യാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ സ്വന്തം ആനിമോജി. അതായത് നമ്മുടെ സ്വന്തം ആനിമോജി നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഇത്രയും എളുപ്പത്തിന് നമ്മുടെ ആനിമോജി നമുക്ക് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ആനിമോജി ഒരു 30 സെക്കൻഡ് നമുക്ക് ഷെയർ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പിന്നീട് ആപ്പിൾ മെസ്സേജിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആപ്പിൾ പേ എന്ന ഓപ്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ആപ്പിൾ പേയിലൂടെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ആപ്പിൾ iMessage കൂടെ നമ്മുടെ കാർ കീ, അതായത് നമ്മുടെ iOS 15 റിലീസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു BMW-ലാണ് അവർ ഏറ്റവും ആദ്യം കൊളാബറേഷൻ ചെയ്യുന്നത്. BMW കാറുകളുടെ കീ, വെർച്വൽ കീ നമ്മുടെ iMessage കൂടെ നമുക്ക് വേറൊരു വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാനും ആ ഒരു അയച്ചു കൊടുക്കുന്ന കീ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് ഇത്ര മണിക്കൂറത്തേക്ക് മാത്രം ആക്സസ് ചെയ്യാനും നമ്മുടെ iMessage കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആപ്പിൾ പേയും ആപ്പിൾ കാർഡ് കീയും ഇന്ത്യയിൽ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അവൈലബിൾ അല്ല. അടുത്ത കാര്യമാണ് ഫോക്കസ് സ്റ്റാറ്റസ്. നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ ആണോ അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കുന്ന റെസിപ്പിയൻറ്റിൻ്റെ ഫോൺ ഫോക്കസ് മോഡിൽ ഇപ്പോൾ ഡോൺ ഡിസ്റ്റർബോ ഏതെങ്കിലും മോഡിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഡിവൈസ് നോട്ടിഫിക്കേഷൻസ് സൈലൻ്റ് ചെയ്തിട്ടേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും റെസിപ്പിയൻ്റ് ഫോക്കസ് മോഡ് ഉപയോഗിച്ച് ഡിവൈസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് ഫോക്കസ് മോഡിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജും, അതായത് ഫോക്കസ് സ്റ്റാറ്റസും നമ്മുടെ iMessageൽ നമുക്ക് വരുന്നതായിരിക്കും. അടുത്താണ് നമ്മുടെ സ്പെഷ്യൽ എഫക്ട്സുകൾ. നമ്മുടെ iMessageലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് സ്പെഷ്യൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് വിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ബ്ലൂ കളർ ചിഹ്നത്തിൽ നമ്മൾ ടാപ്പ് ചെയ്ത് പിടിക്കുക. ആ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ സെൻഡ് വിത്ത് എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ, അതായത് എക്കോ ആയിട്ടും പിന്നെ സ്പോട്ട്ലൈറ്റ് ആയിട്ടും നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ബലൂൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പടക്കം പൊട്ടുന്ന ഏതെങ്കിലും എഫക്റ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കാമുകിക്ക് നിങ്ങളിപ്പോൾ ഐ ലവ് യു എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡ് ഹാർട്ടും പിന്നെ ഇതേപോലെ ലേസറും കുറേ അധികം നിരവധിയായ എഫക്ട്സുകൾ വിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് കുറച്ചും കൂടെ സ്പെഷ്യലാക്കാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ iMessageൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു ആനിമോജിയുടെ സ്റ്റിക്കേഴ്സ് എടുക്കുക. ആനിമോജി സ്റ്റിക്കേഴ്സ് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അപ്പോൾ അതിന് എനിക്ക് റിപ്ലൈ അയക്കണം. റിപ്ലൈ അയക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് പിടിക്കുക. ഈ ഒരു ആനിമോജി സ്റ്റിക്കർ ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റിക്കറും അയക്കാൻ പറ്റുന്നതാണ്.
അവസാനമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഐഫോണിൽ ന്യൂഡിറ്റി ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, എല്ലാവരും പറയുന്നു ആ ഫീച്ചർ എനേബിൾ ആണ്, അടിപൊളിയാണ്, അതാണ് ഇതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ഫീച്ചർ അല്ല. പുറത്തൊക്കെ ഒരു ഫാമിലിയിൽ 6 പേരുണ്ടെങ്കിൽ 4 പേർക്കും മിക്കവാറും ഐഫോൺ ആയിരിക്കും. അതിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഷെയർ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു പ്ലാൻ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അഡൾട്ട് അല്ലാത്ത, അതായത് കുട്ടികൾ ആരെങ്കിലും ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ഷെയറിങ് പ്ലാനിൽ ആ കുട്ടികളെയും നമ്മുടെ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനും ആഡ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ഡിവൈസിലേക്ക് ഏതെങ്കിലും അഡൾട്ട് കണ്ടൻറ്റോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റോ, പച്ചക്ക് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ഫോട്ടോസ് നമുക്ക് അയക്കാനും അതേപോലെ അനാവശ്യമായി വരുന്ന വൃത്തികെട്ട ഫോട്ടോസ് നമുക്ക് റിസീവ് ചെയ്യാനും പറ്റില്ല. അത് ആ ഒരു കുട്ടികളുടെ ഡിവൈസിലേക്ക് മിഷൻ ലേണിംഗ്, അതായത് നമ്മൾ ഡിവൈസ് തന്നെ ആ ഒരു ഫോട്ടോ അനലൈസ് ചെയ്തിട്ട് ആ ഇമേജ് ഫുള്ള് ബ്ലർ ചെയ്ത് കളയും. അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും അഡൾട്ട് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണണോ എന്ന് ഒരു സെൻസിറ്റീവ് പോപ്പപ്പ് മെസ്സേജ് ആ ഒരു ഡിവൈസിലേക്ക് വരുന്നതാണ്. അല്ലാതെ ഈ ഒരു ഫീച്ചർ എല്ലാ ആപ്പിൾ ഡിവൈസിലും ഒന്നും വന്നിട്ടില്ല. അത് ഫാമിലി ഷെയറിംഗ് പ്ലാൻ എടുത്തവർക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അല്ലാതെ എല്ലാ ഡിവൈസിലും ഒന്നും ഈ ഒരു ആക്ടിവേഷൻ പ്ലാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആപ്പിൾ iMessageൻ്റെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും ജോയിൻ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ, അതായത് വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing out from everything you want to know about Apple.